2026 കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ തോക്കുന്ന ഇലക്ഷനാണ് വരാൻ പോകുന്നതെന്ന് PK ഫിറോസ്. സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ സ്വകാര്യ മേഖലയിലേക്ക് തള്ളിവിടാൻ ഡോക്ടർമാർ നിർബന്ധിതരാകുന്നു. എന്താ കാര്യം? അവിടെ സർജറി ചെയ്യാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല. ഇനി ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രിയെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ നമ്മുടെ നാട്ടിൽ? ഈ നാട് ഭരിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നുണ്ടോ? ഈ ചൂഷണം നടക്കുന്നില്ലേ സ്വകാര്യ മേഖലയുടെ കമ്മീഷൻ പറ്റുന്നവരാണോ ഈ നാട് ഭരിക്കുന്നവരെന്ന് ന്യായമായി സംശയമുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം DGP റിട്ടയറായി. ഒരു ആചാരം നമ്മളൊക്കെ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കാറ് കയറ് കെട്ടി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകണം. ആചാരം അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് ആരോഗ്യമന്ത്രിയുടെ കാര്യത്തിലാണ്. അടം കെട്ടിയിട്ട് ആരോഗ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ നാട്ടിലെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരിക. ഏറ്റെടുക്കുന്നില്ല എങ്കിൽ 8 മാസം കഴിഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റെടുക്കും. ആരോഗ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ പരാജയപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും 2026 സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ സൂചനയാണ് നിലമ്പൂരിൽ കണ്ടത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് വടം കെട്ടി വലിച്ച് സെക്രട്ടേറിയറ്റിന് പുറത്തു കൊണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.